കോലാലംപൂരിൽ എൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. ഞാനിപ്പം ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 9 മണിയാണ്, രാവിലെ 9 മണിയാണ്. ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെയൊക്കെ, അത്യാവശ്യം നല്ലൊരു മഴയായിരുന്നു. പല സ്ഥലങ്ങളും മഴ കാരണം ആളുകൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പോ മഴയുടെ ആ ഒരു ഹാങ് ഓവർ മാറി അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ട്. കാസർഗോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ബസ് കയറിയിട്ട് ഇപ്പൊ മിനാറ KL അല്ലെങ്കിൽ KL ടവറിന്റെ അടുത്ത് പോകുന്ന ഒരു ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ്. ഇവിടെ റൂട്ട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഗോ KL എന്ന് പറയുന്ന ബസ് ഉണ്ട്. അത് ഒരു ലൈൻ ഉണ്ട്. നമുക്ക് ആപ്പ് വഴി തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ആരോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിനകത്ത് കയറുക, നമ്മുടെ കാർഡ് അതിനകത്ത് സ്വൈപ്പ് ചെയ്യുക, എന്നിട്ട് ആപ്പ് വഴി തന്നെ ടിക്കറ്റ് എടുക്കുക. ഇങ്ങോട്ടേക്ക് പോകാനാണെങ്കിൽ ഒരു ടിക്കറ്റ് ആണുള്ളത്. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് ദൂരം നടന്നതേ ഉള്ളൂ. പോയി തന്നെ പുറകിലായിട്ട് ആ ഒരു ദൂരെയായിട്ട് ആ മുകളിൽ KL ടവർ കാണാൻ പറ്റും. പുറകിൽ വെൽക്കം ബോർഡ് കാണാൻ പറ്റും KL ടവറിന്റെ. അതുപോലെ തന്നെ ആ സൈനും കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് ഈ റോഡിലേക്കാണ് നമ്മൾ പോയേണ്ടത്. KL ടവറിലേക്ക് പോകുന്ന വഴിയിലുള്ള ഫുട്പാത്താണ്. ഈ സൈഡിൽ ചെടി, ഈ സൈഡിലും ചെടി. നല്ല അത്യാവശ്യം ഒരു ടണലും നമുക്ക് കുറെ സ്ഥലങ്ങളിലേക്ക് കാണാൻ പറ്റും. ഞാൻ അതിന്റെ നടന്ന് KL ടവറിന്റെ എൻട്രൻസിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഈ പുറയിൽ കാണുന്ന ഇവിടുത്തെ എൻട്രൻസ്. ഇവിടെ മിനാറ KL ടവർ, KL ടവർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വണ്ടി ഉള്ളവർക്ക് അകത്തേക്ക് പോയി പാർക്ക് ചെയ്യാൻ പറ്റും. ബസ് ആണെങ്കിൽ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് നടന്നു തരണം. ഇതാണ് KL ടവറിന്റെ ടിക്കറ്റ് കൗണ്ടർ. ഇതൊക്കെ പല പാക്കേജ് ഉണ്ട്. ഒബ്സർവേഷൻ ഡെക്കിലാണ് നമ്മൾ 270 മീറ്റർ വരെ ഈ ഒരു ടവറിന്റെ ഹൈറ്റിൽ പോകാൻ പറ്റും. ഞാൻ ആ ഒരു ടിക്കറ്റാണ് വെച്ചത്. അതല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അഡ്വാൻസ് പാക്കേജ് ഇതിനകത്തൊരു സ്കൈ ബോക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സ്കൈ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രൊജക്റ്റിൽ നിൽക്കുന്ന ഒരു ഭാഗത്തേക്ക് പോകാം. അപ്പൊ അങ്ങനെ കുറെ പാക്കേജസ് ആണ് ഇതിനകത്തുള്ളത്. ഞാനിപ്പം ലിഫ്റ്റിനകത്ത് കയറിയിട്ടുണ്ട്. ലിഫ്റ്റിനകത്ത് ഇനിയിപ്പം ഇതിനകത്ത് T01 ആകുമ്പോഴും നമുക്ക് ഇറങ്ങേണ്ട ഒബ്സർവേഷൻ ഡെക്ക് അവിടെയാണ്. അല്ലാതെ പല സ്ഥലങ്ങളായിട്ടുണ്ട്. KL ടവറിന്റെ ഒബ്സർവേഷൻ ഡെക്കിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഒബ്സർവേഷൻ ഡെക്ക്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കോലാലംപൂർ മുഴുവൻ കാണാൻ പറ്റും. ഇതിന് പെട്രോസ് ടവറിനെക്കാളും മുകളിലാണ് ഇതിന്റെ ഒബ്സർവേഷൻ ഡെക്ക് ഉള്ളത്. 270 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ഒബ്സർവേഷൻ ഡെക്ക് ഉള്ളത്. ഇനി ഇവിടുന്ന് മറ്റേ സ്കൈ ബോക്സ് ഉണ്ട്. അത് ഇനി ഒരു 30 മീറ്റർ മാത്രമേ ഉയരത്തുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കോലാലംപൂരിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിൽഡിംഗ്സും എല്ലാം കാണാൻ പറ്റും. പിന്നെ ദൂരമുള്ളത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ചെറിയ ബൈനോക്കുലേഴ്സ് വെച്ചിട്ടുണ്ട്. അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലം നമുക്ക് അറിയുന്നുണ്ട്. ഞാൻ അതിനകത്തൊക്കെ ഞാൻ സ്റ്റേ ചെയ്യുന്ന പ്ലേസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫുൾ റൗണ്ട് കറങ്ങിയിട്ടാണല്ലോ. നമുക്ക് ഓരോ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണുന്നത് നമ്മൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പെട്നാസ് ട്വിൻഡേഴ്സ് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. ഇങ്ങനെ പല സംഭവങ്ങൾ നമുക്ക് ഓരോ സ്ഥലത്ത് നിന്നാൽ കാണാൻ പറ്റും. ബുർജ് ഖലീഫ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ടവർ ആകാൻ പോകുന്ന മെർദേക്കയിലെ ടവർ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ കോലാലംപൂരിലെ ഏറ്റവും വലിയ പോയിന്റ് അത് തന്നെയാണ്. ഇത് നമുക്ക് KL ടവർ നിൽക്കുമ്പോൾ അറിയാൻ പറ്റും അതിന്റെ എത്രത്തോളം ഹൈറ്റ് ആണ് ഇതിനുള്ളത്. ഈ ഒബ്സർവേഷൻ ഡെക്കിനകത്ത് തന്നെ ഒരു സോനിയർ ഷോപ്പ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് KL ടവറുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് സംഭവമുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്കൈ ടവറുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ളത്. മിനാറ കോലാലംപൂർ KL ടവർ വരുന്നത് ഇവിടെയാണ്. 421 മീറ്റർ ആണ് ടോട്ടൽ ഹൈറ്റ് ആണ്. ഫസ്റ്റ് വരുന്നത് ജപ്പാനിലാണ്. ടോക്കിയോയിലെ സ്കൈ ട്രീ എന്ന് പറയുന്ന ഒരു ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ക്ലീൻ ടഫ് ഏരിയ കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടത്താറുണ്ട്. പിന്നെ ചില സ്പോർട്സ് അങ്ങനത്തെ പരിപാടിയൊക്കെ നടത്തുന്ന KL ടവറിലേക്ക് എപ്പോഴും ഇതുപോലത്തെ ഫ്രീ ഷട്ടിൽ സർവീസ് ഉണ്ട്. അങ്ങോട്ടേക്ക് നടക്കുന്നതിന് പകരം ഈ രീതിയിൽ പോയാൽ മതി. മെട്രോ റെയിൽ കയറിയാണ്. പക്ഷെ ഇത് മോണോ റെയിലാണ്. കുറച്ചുകൂടെ മെട്രോ റെയിലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ മോണോ റെയിലിനകത്ത് കാണാൻ പറ്റും. ടവറിന്റെ അടുത്തുള്ള സ്റ്റേഷനാണ് രാജാ ചോളൻ എന്ന് പറയുന്നത്. KL സെന്ററിലെ മോണോ റെയിൽ സെന്റർ. KL സെന്റർ എന്ന് പറയുന്നത് നമുക്ക് മോണോ റെയിൽ ഉണ്ട്, മെട്രോ റെയിൽ ഉണ്ട്, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അങ്ങനെ എല്ലാ സംവിധാനവും ഉള്ള സ്റ്റേഷനാണ് ഈ ഒരു KL സെന്റർ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ KL സെന്റർ മോണോ റെയിൽ സ്റ്റേഷന്റെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് പോകേണ്ടത് ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യകളിൽ പോലത്തെ ആ ഒരു പറ്റിയുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു എസ്കലേറ്ററിന്റെ ആ ഒരു ഹൗസിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ആ ഒരു ഡിസൈൻ. ഇവിടെ നിലവിളക്കൊക്കെ വെച്ചിട്ടുണ്ട് സൈഡിൽ. ഇവിടെ ചായ ഉണ്ട്, വടയുണ്ട്, പാനിപ്പൂരി ഉണ്ട്, ഉഴുന്നുവടയുണ്ട്, ബിരിയാണി ഉണ്ട്. ഇങ്ങനത്തെ ഐറ്റമൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇന്ത്യ നമ്മൾ ലിറ്റിൽ ഇന്ത്യ എന്നാണ് വിളിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യ ഉണ്ട്, തലപ്പാക്കട്ട് ബിരിയാണി ഉണ്ട്. അപ്പൊ അങ്ങനെ നോർത്ത് ഇന്ത്യയിലുള്ള സംഭവങ്ങൾക്കാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലുള്ളതാണ്. ഒരു പള്ളിയുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഒരു പള്ളി ഇത്രയും അടുത്ത് കാണുന്ന ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ കൂടുതലും ബുദ്ധക്ഷേത്രങ്ങളും ഈ മോസ്കുകളൊക്കെയാണ്. പള്ളിയാണ്
തമിഴ് മെത്തഡോളജി ചർച്ച് എന്നാണ് ഇതിന്റെ പേര്. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം, റോഡിൽ എത്ര വെയിലാണെങ്കിലും ഇപ്പം അവിടെ തന്നെ ഇല്ലേ, റോഡിൽ നല്ല വെയിലാണ്, പക്ഷെ നമുക്ക് ഫുട്പാത്ത് എന്ന് പറയുന്നത് എല്ലായിടത്തും ഇതുപോലത്തെ മരങ്ങളുണ്ട്, നല്ല തണൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തണല് കാണും. അവർ തന്നെ അല്ലെങ്കിൽ മറ്റേ ആർട്ടിഫിഷ്യൽ ഷെൽട്ടേഴ്സ് എങ്കിലും ഉണ്ടാക്കി. ഇവിടുത്തെ ഇതൊരു ഹെറിറ്റേജ് വർക്ക് സൈറ്റ് ആണ്. ഹെറിറ്റേജ് വർക്ക് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുന്ന കുറെ ടെമ്പിൾസ് ഉണ്ട്, പിന്നെ അതല്ലാതെ പള്ളികളുണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടുത്തെ ഹെറിറ്റേജ് വർക്ക് ടൂറിന്റെ കൂടെ തന്നെ കാണാനുള്ള ഒരു സ്ഥലമാണ് ഇവിടുത്തെ സാം കോ ടോ എന്ന് പറയുന്ന ഒരു ടെമ്പിള്. അപ്പോൾ അത് ഞാൻ മാപ്പിൽ നോക്കിയ സമയത്ത് അരുൾമിഗു സാം കോ ടോ ടെമ്പിൾ എന്നാണ് കാണിച്ചത്. കാര്യം എന്താ പറഞ്ഞാൽ അത്രത്തോളം ഇവിടുത്തെ തമിഴ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ്. ഇത് ആക്ച്വലി ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ്. ഇത് പുറകിൽ കാണുന്നതാണ് ഇവിടുത്തെ സാം കോ ടോ ടെമ്പിൾ. എന്തായാലും ഉള്ളിലേക്ക് പോവാം. ചന്ദനത്തിരി കത്തിക്കുന്നതും ഇങ്ങനത്തെ ഒരു ആചാരങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ തന്നെ പിന്നെ ഓറഞ്ച്, ഇത് നമ്മുടെ നാട്ടിലെ പഴംപൊരി പോലത്തെ പഴംപൊരി തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. 1.8 റിംഗറ്റ് ആണ് ഇതിന്റെ വില. ഇവിടെ കോലാലംപൂരിലുള്ള ഒരു വിവേകാനന്ദ ആശ്രമമാണ്. ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ചുകൂടെ ഈ സൈഡിലെല്ലാം നമുക്ക് ഒരുപാട് വലിയ സ്കൈ സ്ക്രാപ്പേഴ്സ് കാണാൻ പറ്റും. ഇതെല്ലാം പല മെയിൻ കമ്പനികളുടെ ഹെഡ് ഓഫീസുകളാണ്, കോർപ്പറേറ്റ് ഓഫീസുകളാണ് ഇതൊക്കെ. പിന്നെ അകത്ത് തന്നെ ചിലപ്പോൾ ഒരു മോളൊക്കെ കാണും. ഇതാണ് പ്രോപ്പർ ആയിട്ട് ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥലം. ശരിക്കും ഇതുവരെയുള്ള മലേഷ്യയുടെ ആ ഒരു ഫീൽ എല്ലാം പോയി. ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിലെ ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുന്ന പോലെ തന്നെയുണ്ട്. മൊത്തം ഇവിടെ അത്രയും തമിഴ് കടകളും ആളുകൾ തമിഴ് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ എല്ലാം തമിഴ് സിനിമയിലെ പാട്ടുകൾ പാടുന്നു, രജനീകാന്തിന്റെ പോസ്റ്റർ. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഓടുന്ന ആ ഒരു മലേഷ്യയുടെ ആ ഒരു ബസ്സുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഒരു മലേഷ്യൻ ഒരു സ്ഥലമാണെന്ന് പറയില്ല. ഇതുപോലത്തെ ആ ഒരു ബിൽഡിങ്സ് ഒക്കെ നമ്മളെ അവിടെ തമിഴ്നാട്ടിലേക്ക് കാണുന്ന പോലത്തുള്ള ബിൽഡിങ്സും അതിനകത്ത് സൈൻ ബോർഡുകൾ വെച്ചിട്ടുള്ള ഇതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. മൊത്തത്തിലൊരു കൊച്ചു സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ മൊത്തത്തിലൊരു കൊച്ചു തമിഴ്നാടെന്ന് തന്നെ നമുക്ക് തമിഴ്നാട്ടിൽ അത്യാവശ്യം ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സിറ്റി തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ ചെറിയ ഒരു അമ്പലമുണ്ട്. അപ്പൊ ഈ അമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കൊരു പൂക്കടകൾ മാത്രമുള്ള ഒരു ഏരിയ കാണാം. എന്താണ് അവിടുത്തെ പൂക്കട ഏരിയ ഇത് കണ്ടു കഴിഞ്ഞാൽ പക്ക തമിഴ്നാട് അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഏതൊരു സ്ഥലം പോലെ തന്നെയുണ്ട്. മലേഷ്യയിലെ ഏറ്റവും വലിയ IT ലൈഫ് സ്റ്റൈൽ ഷോപ്പിംഗ് എന്ന് പറയുന്നത് പ്ലാസ നോവിയത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. KL സെൻട്രലിലേക്ക് ഇന്ത്യൻ പറയുന്ന ഒരു സ്റ്റേഷനിലെത്തി അവിടെ നിന്നിട്ട് നടന്നു വരാവുന്ന ദൂരമുള്ളൂ. അവിടെ ഏതാണ്ട് 100 മീറ്റർ അപ്പുറത്തേക്ക് പ്ലാസ നോവിയത്തിലേക്കുള്ളൂ. ഇവിടെയാണ് അത്യാവശ്യം ആളുകൾ, ഏറ്റവും കൂടുതൽ ആളുകൾ ഈ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും അതും അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വരുന്നത്. മലേഷ്യയുടെ റോഡിലൂടെ വണ്ടികൾ പോകുന്നത് ഒരാൾ പോലും ലൈന് മാറുന്നില്ല. മാറുന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് പ്രോപ്പറായിട്ട് കാണാൻ തന്നെ ഒരു പ്രത്യേകത. കോലാലംപൂർ സെൻട്രൽ ഏരിയയിൽ നിന്ന് മറ്റൊരു ബസ് കയറിയിട്ട് പുത്രജയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. കോലാലംപൂർ ഏതാണ്ട് 35 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു പുത്രജയ. നമ്മൾ നേരത്തെ കണ്ടതെല്ലാം കോലാലംപൂരിന്റെ ആ ഒരു സൈഡിലേക്ക് തന്നെ. ഇത് അവിടെ നിന്ന് 35 കിലോമീറ്റർ മാറിയിട്ടാണ്. അപ്പൊ ഞാൻ ഇനി തിരികെ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഞാൻ റൂമെല്ലാം വെക്കേറ്റ് ചെയ്തിട്ട് ആണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറകിൽ കാണാൻ പറ്റും പുത്രജയ സ്റ്റെപ്സ് എന്ന് പറയുന്ന ഒരു കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് കയറി നമുക്ക് മേളിലേക്ക് പോകാൻ പറ്റും. ഇവിടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ കാര്യമായിട്ട് തിരക്കൊന്നുമില്ല. ഒരു ഒത്തിരി ഏരിയ ഉണ്ട്, ഒത്തിരി സംഭവങ്ങൾ കാണാനുണ്ട്. ഇവിടെ ആദ്യം കാണാനുള്ളത് ഇവിടുത്തെ ആ ഒരു മോസ്ക് ആണ്, പുത്രജയിലെ മോസ്ക്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ സൈഡിലായിട്ട് ആ ഒരു മോസ്കിന്റെ ഡോം കാണാൻ പറ്റും. കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഈ കാണുന്ന സ്ഥലമെല്ലാം നല്ല ഭംഗിയായിട്ടൊക്കെ അവർ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. തിരക്കില്ല കാര്യമായിട്ട്. ഉച്ചയ്ക്ക് നല്ല മഴയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് നല്ല അടിപൊളിയാണ്. വെയിൽ കാര്യമായിട്ടില്ല. ആ ഒരു ഗാർഡൻ ഏരിയയിൽ താഴേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്. പിന്നെ ഇവിടെ ഇവിടെ തന്നെ ചെറിയ ചെറിയ കോഫി ഷോപ്സ് ഒക്കെ ഉണ്ട്. ഈ പാർക്ക് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ പുറകിൽ കാണുന്ന ഇതാണ് ഇവിടുത്തെ ജബാത്താൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഇവിടുത്തെ ഈ പുത്ര സ്ക്വയറിലേക്കുള്ള പാർക്കിംഗ് ഏരിയ. നമ്മുടെ നാട്ടിലും ചിന്തിക്കാൻ പോലെ പറ്റാത്ത കാര്യങ്ങളാണ്. ഇവിടെ നടന്നു പോകുന്നത് പുത്ര സ്ക്വയറിലേക്കാണ്. പുത്ര സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഏരിയ എല്ലാം കൂടെ വരുന്നതാണ്. ഇവിടുത്തെ ഈ പ്രൈം മിനിസ്റ്റർ ബിൽഡിംഗ്, പിന്നെ ഇവിടുത്തെ ഈ ഒരു പള്ളി പുത്ര മോസ്ക് എന്ന് പറയുന്ന ഈ ഒരു പള്ളി, പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു ഗാർഡനിങ് ഇറങ്ങി വരുന്ന ആ ഒരു പുത്ര സ്ക്വയറിനോടെ ഇങ്ങനത്തെ ഒരു ഫോട്ടോ പോയിന്റ് വെച്ചിട്ടുണ്ട്. മലേഷ്യ മദാനി, സിവിൽ മലേഷ്യ എന്നതിന്റെ മീനിങ്. അതിന്റെ നേരെ ഓപ്പോസിറ്റിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ആ ഒരു പ്രൈം മിനിസ്റ്റർ ഓഫീസിന്റെ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റും. ഇത്രയും ആ ഒരു ദൂരത്തു നിന്നുള്ള വ്യൂ ആണ് ഇതിന്റെ ഏറ്റവും ഭംഗി. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ മോസ്കും കാണാൻ പറ്റും. അപ്പൊ ഞാൻ പുത്ര മോസ്കിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഉള്ളിലേക്ക് കയറി അകത്ത് എന്താ ഉള്ളത് നോക്കാം. അപ്പൊ ഞാൻ പുത്ര മോസ്കിന്റെ കോമ്പൗണ്ടിന് അകത്ത് കയറിയിട്ടുണ്ട്. പുറകെ കാണുന്ന ഇവിടുത്തെ പള്ളി. ഇത് വലിയ ഒരു സ്ട്രക്ചറാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ ഇത്രയും വലിയൊരു സംഭവമാണെന്ന് വിചാരിച്ചില്ല. നമ്മുടെയൊക്കെ താജ്മഹലിന്റെ ഒക്കെ പോലെ അത്രയും വലിയ ഒരു സ്ട്രക്ചറാണ്. അപ്പൊ താഴെ എല്ലാം മുഴുവൻ ഈ രീതിയിലുള്ള ടൈൽസ് ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഇവിടെ നടക്കാനൊക്കെ ഒരു പ്രത്യേക രസമാണ്. ഇത് കാണുന്ന ഒരുപാട് വലിയ ഹാളും ഉണ്ട്.
അതായത് ഇത് പുറത്തെ കോമ്പൗണ്ട്, പിന്നെ ഇതെല്ലാം നമുക്ക് സൈഡിൽ ഹാളുണ്ട്, അവിടെ നിന്ന് വ്യൂ പോയിന്റുകളുണ്ട്. ഇത് വലിയ തിരക്കില്ലാത്തതുകൊണ്ടാണ് കുറച്ച് സമാധാനമായിട്ട് കാണാൻ പറ്റിയത്. മലേഷ്യയിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഐലൻഡ്സ് ഉണ്ട്. അപ്പം ഈ ഒരു പുത്രജയ എന്ന് പറയുന്ന സ്ഥലവും പിന്നെ ഈ ഒരു മോസ്കോ ഒക്കെ ഇരിക്കുന്നത് ഇവിടുത്തെ പുത്രജയ എന്ന് പറയുന്ന ലേക്കിന്റെ കരയിലാണ്. അപ്പോഴും നമ്മൾ ഈ പടിയൊക്കെ ഇറങ്ങി താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ലേക്ക് കാണാൻ പറ്റും. സൈഡിൽ കാണുന്നത് ഇതാണ്, ഫ്രണ്ടിൽ കാണുന്നതാണ് ഇവിടുത്തെ ലേക്ക്. അപ്പൊ ഇതിനകത്ത് തന്നെ ക്രൂസ് റൈഡുകളൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അതിനുള്ള വേറെ പാക്കേജുകളും ടിക്കറ്റും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഫോട്ടോ പോയിന്റ് ആണ് ഈ പുത്രജയ ലേക്ക് എന്ന് പറയുന്നത്. സമയം ഇപ്പൊ 7:30, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 5:30-6 മണി ആയതിന്റെ ഒരു ലക്ഷണമേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ സമയം 7:30 അപ്പോൾ ഇപ്പം പള്ളിയെല്ലാം നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഈ പുത്രജയ എന്ന് എഴുതിയിട്ടുള്ള ഒരു ഫോട്ടോ പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. പള്ളിയും പിന്നെ ആ ഒരു പ്രൈം മിനിസ്റ്ററുടെ ആ ഒരു ഓഫീസ് ഇതെല്ലാം ലൈറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട്. റോഡൊക്കെ നല്ല ഭംഗിയാക്കി. സിറ്റിയിൽ നിന്ന് ഇപ്പം പുത്രജയ സെൻട്രൽ എന്ന് പറയുന്ന ഇവിടുത്തെ പുത്രജയ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് ഇനി പോകേണ്ടത് എൻ്റെ റിട്ടേൺ ജേർണിയാണ്. ട്രിവാൻഡ്രത്തേക്കുള്ള ഫ്ലൈറ്റ് ആണ്. അപ്പോൾ കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2-ലാണ് പോകേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ പുത്രജയ സെൻട്രലിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 10 റിംഗറ്റാണ് ആ ഒരു ട്രെയിൻ ടിക്കറ്റ്. ടിക്കറ്റായിട്ട് കിട്ടുന്നത് ഇതുപോലത്തെ ഒരു കാർഡാണ്. ഞാനിവിടെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്ത് ബസ്സിലേക്ക് കയറി ടെർമിനൽ 2-ൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ടെർമിനൽ 2. അപ്പം ഞാൻ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പം ബോർഡിംഗ് പാസ് ഒക്കെ വന്നു. ഇപ്പം ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മലേഷ്യയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം.